നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇപ്പോഴാ സമാധാനമായത്. ഞാൻ ഈ വിവരം ഗംഗയൊന്ന് വിളിച്ച് പറയട്ടെ. ഓ, ഇതിനിപ്പ ഗംഗ അറിഞ്ഞിട്ട് എന്തിനാ? മഹിയേട്ടനിപ്പ വന്നൊരു പെൺകോന്നനായിട്ട് മാറിക്കൊണ്ടിരിക്കാന്നാ തോന്നുന്നത്. അതല്ല അവളുടെ കഴിവാ ആ ഗംഗയുടെ. അതെല്ലാം നമുക്ക് അവസാനിപ്പിക്കണം. ആദ്യം രാഹുലിന്റെ അസുഖമെല്ലാം മാറി വരട്ടെ. വലിയൊരു ആപത്തിൽ നിന്ന് ഭാഗ്യം കൊണ്ടാ ഇപ്രാവശ്യം ഗംഗ രക്ഷപ്പെട്ടത്. അതെ, ഞാനും ശരിക്കും പേടിച്ചുപോയി. മഹേട്ടനെയും മാളുവിനെയും ഇനി ഒരിക്കലും കാണാനാവില്ല എന്ന് പോലും ഞാൻ ചിന്തിച്ചു. ഇനി കൂടുതൽ ശ്രദ്ധിക്കണം. അത്രയ്ക്ക് ശക്തരാ ഈ വീട്ടിനകത്തുള്ള ഗംഗയുടെ ശത്രുക്കൾ. അവർക്ക് ഏത് വിധേനയും ഗംഗയെ നശിപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഇവരൊക്കെ എന്തിനാണ് എന്നോട് ഇങ്ങനെ പക കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അറിഞ്ഞുകൊണ്ട് ആർക്കും ഞാൻ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. അവർക്ക് അവരുടേതായ ലാഭങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടാവും. ആരെയും നന്നാക്കാനോ മനസ്സ് മാറ്റാനോ നമുക്ക് സാധിക്കില്ല. ശത്രുക്കളെ മനസ്സിലാക്കി നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കാനേ പറ്റൂ. ഞാൻ ഗംഗയ്ക്ക് സപ്പോർട്ട് ഉണ്ടാകുമെന്ന ധാരണ ഇപ്പോ അവർക്കുണ്ട്. അതുകൊണ്ടാ എന്നെ ബന്ധിച്ച ശേഷം ഗംഗയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത്. അതെ, ഏതൊരാപത്തിലും വിളിച്ചാൽ സഹായത്തിനെത്താൻ ചേച്ചി ഉണ്ടാവുന്നൊരു ധൈര്യം എന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ വിളിച്ചിട്ട് വരാതായപ്പോ ഞാൻ ശരിക്കും പേടിച്ചുപോയി. അതാ ഞാൻ പറഞ്ഞത്, നീ ഇനി കൂടുതൽ ശ്രദ്ധിക്കണം. ഞാനൊരു ആത്മാവാ. ബന്ധിക്കപ്പെട്ടാൽ പിന്നെ എനിക്ക് ചലിക്കാനാവില്ല. ആ ഓർമ്മയും കരുതലും മനസ്സിലുണ്ടാവണം എപ്പോഴും. നിനക്ക് കൂടി എന്തെങ്കിലും സംഭവിച്ച മാളൂനും മഹിയേട്ടനും അത് സഹിക്കാനാവില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.